പ്രൈസ് ലോർഡ്. നമ്മൾ അനുദിന ജീവിതത്തിലെ ആത്മീയമായ ചൈതന്യം നമ്മളിലൂടെ സമൂഹത്തിലേക്ക് പ്രകാശിക്കുമ്പോൾ നമ്മളത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ അനുദിന ജീവിതത്തിലെ സമകാലീന മേഖലകളിൽ കണ്ടുമുട്ടുന്ന ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരം കാണുവാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും തക്ക അടയാളം നൽകി പുനർജീവൻ നൽകുന്ന, നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ പുനർജീവൻ നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കുള്ളൂ. ഞാനിപ്പോൾ ഈ ശരീരം തളർന്ന പലവിധ രോഗങ്ങളാൽ പുനർജീവൻ കുടുംബത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ പലപ്പോഴും ഇവരിലും കണ്ടുമുട്ടുന്നതും കാണുന്നതും ഇവരിലൂടെ സമൂഹത്തിന് ദൈവം കാണിച്ചു കൊടുക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലവിധ സഹനങ്ങൾ വരും, സങ്കീർണമായ സഹനങ്ങൾ വരും. എന്നാൽ അവിടെയെല്ലാം നമുക്ക് തക്ക അടയാളം നൽകി നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഫ്ലൈറ്റ് ക്രാഷ് കഴിഞ്ഞു, ലോകം മൊത്തം നടുങ്ങിയ ആ വിമാന അപകടത്തിലെ, എന്നാൽ അതിലും ആ സങ്കീർണമായ സഹനത്തിലും പ്രതിസന്ധിയിലും ദൈവത്തിന്റെ കരങ്ങള്, ദൈവത്തിന്റെ സാന്നിധ്യം രണ്ട് വ്യക്തികളിലൂടെ ഞാൻ ഈ ദിവസങ്ങളിൽ കാണുകയായിരുന്നു. ഒന്ന്, നമ്മൾ വിശ്വാസത്തിന്റെ ഒരു തീഷ്ണതയ്ക്ക് വേണ്ടി എന്ന് പറയാൻ വേണമെങ്കിൽ ആ പേര് തന്നെ അതാണ്, ആ വ്യക്തിയുടെ, വിശ്വാസ് കുമാർ. ഒരു മിറാക്കിൾ എന്ന് ലോകം മൊത്തം പറയുക. ആ അപകടത്തിൽ നിന്ന്, ആ സങ്കീർണമായ അവസ്ഥയിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളും ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പുനർജീവൻ ലഭിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മകൻ. വേറൊരു മകളുണ്ട്. നമ്മളിന്ന് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ നമ്മളെ ഒരുക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചമാകുന്ന ഈ ഭൂമിയുടെ പേരുള്ള ഭൂമി ചൗഹാൻ. ആ മകളെ ഈ ഫ്ലൈറ്റിൽ കയറുവാനായിട്ടുള്ള തിരക്കിട്ട യാത്രയിൽ ട്രാഫിക് ജാമില് ടൈം കടന്നു പോയപ്പോൾ യഥാർത്ഥത്തില് ആ മിനിറ്റുകളില് എയർപോർട്ടിലെത്താൻ കാണിക്കുന്ന ആ സമയത്തിന്റെ തടസ്സങ്ങളില് എത്രയോ സഹനാണ് ആ മകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ ആ സഹനത്തെ ഒരു അനുഗ്രഹമാക്കി നിമിഷങ്ങൾക്ക് ശേഷം കാണുവാൻ വിധം ആ മകൾക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ദൈവം കരങ്ങളൊരുക്കി എന്നുള്ളതാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളും സൃഷ്ടാവായ ദൈവം പുനർജീവൻ നൽകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ വ്യക്തികളുടെ ആ വേറിട്ട ഇത്ര വലിയ സഹനത്തിലൂടെ അവരിൽ നിന്ന് പുറത്തേക്ക് വരുവാനിരിക്കുന്ന ആത്മീയമായ രക്ഷാമേഖലകൾ ദൈവം ഒരുക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പുനർജീവൻ ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തികൾ ഒരുക്കപ്പെടുകയാണ്. യേശുനാഥൻ, നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം തിരുവചനം, ഗെത്സമേൻ തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. കാരണം വരാൻ പോകുന്ന സഹനത്തെ മുൻകൂട്ടി കണ്ട് വരാൻ പോകുന്ന സഹനത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ജീവിക്കുമ്പോൾ പിതാവായ ദൈവത്തോട് പുത്രനായ ദൈവം ചോദിക്കുവാണ്. എന്നാൽ ഉടനെ പറയുകയാണ്, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. സഹനങ്ങൾ സഹിച്ചുകൊണ്ട് അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് അതെ ആ സഹനം സഹിക്കാൻ വിധം മാലാഖമാരയച്ച് സംരക്ഷണം നൽകുകയും ഒപ്പം ആ സഹനം സഹിച്ചുകൊണ്ട് ഒരു രക്ഷാദൗത്യത്തിലെ ഒരു രക്ഷകനായിട്ട് നമുക്ക് മാറുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ ഈ പല സഹനങ്ങൾ കടന്നു വരുമ്പോഴേയും അവിടെ കരം പിടിച്ച് ഉയർത്തുന്ന ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ രണ്ട് വ്യക്തികളിൽ ഒതുങ്ങുന്ന രക്ഷാകര ദൗത്യമല്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിന് പലവിധ ആത്മീയ ചിന്തകളും ആത്മീയ അനുഭവങ്ങളും കൊടുക്കുവാൻ ആ മക്കളെ തിരഞ്ഞെടുക്കുന്നതാണ്. അത് എനിക്ക് തീർത്തും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്, ഇവിടെ വന്നു പോകുന്ന സഹനം അനുഭവിക്കുന്ന പല സഹനത്തെ ഭാരപ്പെട്ടിരുന്ന മക്കള് സഹനത്തിൽ നിന്ന് അനുഗ്രഹമായി എന്ന യഥാർത്ഥത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ ആരോഗ്യമുള്ളവരെക്കാളും സമ്പന്നരെക്കാളൊക്കെ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യമുള്ളവരെയും
സമ്പന്നരെയും ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന മക്കളായിട്ട് അവർ മാറുക. അപ്പൊ ഇത്രയും വലിയ സഹനം അനുഭവിച്ച ഭൂമിയും ഇത്രയും വലിയ സഹനത്തിലൂടെ കടന്നുപോയ വിശ്വാസത്തിലൂടെയും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത്. തിമോത്തി 2-ാം അധ്യായത്തിന്റെ തിരുവചനങ്ങളിലെ പൗലോസ്ലീഹ പറയുന്നുണ്ട് നമ്മളോട്. 7-ാം തിരുവചനം, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൈവെപ്പിൽ കൂടി ലഭിച്ച വരം, ആ ഒരു പുനർജീവൻ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഓരോരുത്തരെയും സഹനത്തിൽ ദൈവത്തിന്റെ കരങ്ങളാൽ, ദൈവത്തിന്റെ അനുഭവത്താൽ നാം സൗഖ്യപ്പെട്ടു, രക്ഷപ്പെട്ടു, കടന്നുപോയി എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാൻ സമൂഹത്തിൽ ഒത്തിരി ആളുകൾക്ക് സമൂഹത്തിന്റെ വ്യത്യസ്തമായ വേദനകൾക്ക് പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ, ശുശ്രൂഷയിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഉജ്ജ്വലിപ്പിക്കാൻ വിധം നമുക്ക് ലഭിച്ച ആ വരം പ്രാബല്യത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മിഷണറി ആയി മാറുന്നുള്ളൂ. ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുള്ളൂ. വചനം പറയുകയാണ്, പൗലോസ്ലീഹ പറയാണ്, എന്തെന്നാൽ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിലെ ഒരു ലജ്ജയും വരുന്നത്. നമുക്ക് 3 കാര്യങ്ങളാണ് ഈ നമ്മുടെ ജീവിതയാത്രകളുടെ മധ്യേ ദൈവം നമ്മളെ കൈപ്പിടിച്ച് പലപ്പോഴും അടയാളമായി നൽകുമ്പോൾ നമുക്ക് നൽകുന്നത്. ഒന്ന്, വീരത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ. ഇത് നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഏത് സഹനത്തെയും, ഏത് പ്രതിസന്ധിയെയും, ഏത് സന്തോഷത്തെയും, ഏത് സുഖത്തെയും സ്നേഹിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നവരെ ഇടയിൽ സഹനവും വേദനയും സന്തോഷവും സംതൃപ്തിയും എല്ലാം നാം ഈ കാഴ്ചയിൽ കാണുമ്പോൾ, ഈ ആത്മീയ ഇന്ദ്രിയങ്ങളാൽ കാണുമ്പോൾ സകലതും അനുഗ്രഹമായി മാറി വരും. അതാ പൗലോസ്ലീഹയ്ക്ക് ലഭിച്ച ആത്മീയ ചൈതന്യം. പിന്നീട് അവനൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവനൊരു പുനർജീവൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കൺമുമ്പിൽ കാണുന്ന വരുന്ന എന്തും ഒരു അനുഗ്രഹമായിട്ട് വരിക, എന്തും ഒരു സന്തോഷമായിട്ട് വരിക. കാണുന്നവർക്ക് അത് സഹനവും വീരത്വത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പൗലോസിലേക്ക് അതെല്ലാം അനുഗ്രഹവും സന്തോഷവുമായിട്ട് വരാം. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരിലെയും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഹനങ്ങളെല്ലാം രക്ഷയ്ക്കായിട്ട് മാറുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.